ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്നൊരു കർക്കിടക്കഞ്ഞിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിതാ കുറച്ച് നവരരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഒരു മണിക്കൂർ സമയം വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. നമ്മളിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതൊരു 5-6 വിസിലടിക്കണം ഈ കുക്കർ. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉലുവയും കൂടെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഒന്ന് മൂടി വെച്ചിട്ട് നമ്മളൊരു 6 വിസിലടിക്കും വരെ നമ്മളിത് വേവിക്കുകയാണ്. അപ്പോൾ അതാ 6 വിസിലടിച്ച് ഞാനിതാ കുക്കർ തുറന്നു. നമ്മളെ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അരിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെന്താണ്, ഒരു ആശാളി എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതും പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ട പൊടിയുണ്ട്, അതും കൂടെ ഈ 2 സാധനം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പൊടിയും ഈ സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഒന്നും കൂടെ വേവിക്കണം. അപ്പം ഞാൻ വേവിക്കണ വീഡിയോ എടുക്കാൻ മറന്നു. ഇത് പിന്നെ ഒരു 2 വിസിലടിച്ച് നമ്മളിത് കുക്കർ തുറന്നപ്പോൾ നമ്മളെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. തേങ്ങാപ്പാൽ വേണമെങ്കിൽ അങ്ങനെ വെക്കാം, അല്ല തേങ്ങയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ കുറച്ചധികം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഇടുമ്പോഴുള്ളൂ ഈ കഞ്ഞിക്ക് ടേസ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് മരുന്നിൻ്റെയൊക്കെ ഒരു ചുവ ഉണ്ടാവും. അപ്പോൾ തേങ്ങാപ്പാൽ വേണ്ടിയിട്ട് നല്ല തേങ്ങാപ്പാൽ പറഞ്ഞു കൊടുക്കാം. ഞാൻ തേങ്ങ ഇട്ടിട്ടാണ് ഇട്ട് കൊടുക്കണേ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഞ്ഞിക്ക് എത്ര ഉപ്പ് വേണ്ടിച്ചാൽ ആ ഉപ്പും കൂടെ ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കഞ്ഞി റെഡി ആയിട്ടോ. നല്ല അടിപൊളി കഞ്ഞി കേട്ടോ, ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഈ കർക്കിടക്കഞ്ഞി ഒന്ന് കുടിക്കണം കേട്ടോ ഈ മാസത്തിൽ. അവൻ്റെ കഞ്ഞിയൊക്കെ റെഡിയായി. ഞാനിതാ 2 പാത്രത്തിൽ കഞ്ഞി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചമ്മന്തിയോ അച്ചാറോ ഉപ്പേരിയോ പപ്പടമോ എന്താണെന്ന് വെച്ചാൽ കൂട്ടിയിട്ട് കഴിക്കട്ടോ. ഇറച്ചിയും മീനും ഇതിൽ കൂട്ടാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം.